യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഈസ്റ്റർ സൺഡേ ആഘോഷങ്ങളുടെ ഒരു ദിവസമാണല്ലോ. 50 ദിവസം പ്രാർത്ഥനയും ത്യാഗവും ഉപവാസവും ഒക്കെ നടത്തി ക്രൂശ് മരണത്തിലെ ഓരോ ഭാഗങ്ങളും ധ്യാനിച്ച് പലരും ഒരുക്കപ്പെട്ടിരിക്കുന്ന സമയം. ദുഃഖവെള്ളിയിലെ ആരാധനയ്ക്ക് ശേഷം പലർക്കും യേശുവിനോട് കൂടുതൽ സ്നേഹം വർദ്ധിച്ചു. എന്നാൽ ഉയർപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ കൊണ്ട് തന്നെ പുണ്യപാവനമായ ഈ 50 ദിവസങ്ങൾ മറന്നുള്ള ഒരു ആഘോഷമാണ് പലരുടെയും വീട്ടിൽ. എല്ലാം മറന്നുള്ള ആഘോഷ പരിപാടികൾ. എല്ലാ വർഷത്തെയും പോലെ ഇനി അടുത്ത വർഷവും ഈ കലാപരിപാടികൾ ഉണ്ട് എന്ന ആശ്വാസമാണോ നമുക്ക്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവിടം കൊണ്ട് സുവിശേഷം അവസാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും ജനങ്ങൾ ഒരുപക്ഷെ ക്രിസ്തുവിനെ ഒരു ചരിത്ര പുരുഷനായിട്ടോ ക്രൂശിൽ തൂക്കപ്പെട്ട ഒരു കുറ്റവാളിയായിട്ടോ മാത്രം അറിഞ്ഞേനെ. എന്നാൽ യേശു ഉയർത്തെഴുന്നേറ്റിന്റെ തെളിവുകളാണ് അവൻ പലർക്കും പ്രത്യക്ഷനായത്. ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പ്രത്യക്ഷനായത് മറിയയ്ക്കാണ്. ആരാണ് ഈ മറിയ? യേശുവിന്റെ ക്രൂശിൻ വരെയും അമ്മയായ മറിയയ്ക്കൊപ്പം ഈ മറിയയും ഉണ്ടായിരുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ യേശുവിന്റെ ശരീരത്തിൽ തൈലം പൊഴിച്ചുവാൻ അവൾ അതിരാവിലെ എത്തി. അവളുടെ മുന്നിലെ പ്രശ്നം ഒരു വലിയ കല്ലായിരുന്നു. റോമൻ മുദ്രയുള്ള ഒരു വലിയ കല്ല്. അത് ഉരുട്ടി മാറ്റിയാലേ അതിനകത്ത് കടന്ന് ശരീരത്തിൽ തൈലം പുറ്റാൻ പറ്റൂ. എന്നാൽ ആശയോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ കല്ലറയ്ക്കലെത്തിയ അവൾ നിരാശയായില്ല. അവിടെ അവൾ കണ്ട ആദ്യ അത്ഭുതം കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായിരുന്നു. പടയാളികൾക്കോ കൂടെ വന്ന സ്ത്രീകൾക്കോ ഉരുട്ടി മാറ്റാൻ കഴിയാത്തത്ര വലിയ കല്ല് അവൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൂതൻ ഉരുട്ടിമാറ്റി. പ്രിയ ദൈവപൈതലേ, എനിക്കും നിനക്കും ചെയ്യാൻ പറ്റാത്ത പലതിനെയും ഓർത്ത് അടയ്ക്കപ്പെട്ട ചില വാതിലുകളെ മനസ്സിൽ കണ്ട് നീ കരയുന്നുണ്ടാകാം, ആകുലപ്പെടുന്നുണ്ടാകാം. വെള്ളിയാഴ്ച നീ കണ്ടത് കല്ലുരുട്ടി വെച്ചിരിക്കുന്നതാണ്, പടയാളികൾ കാവൽ നിൽക്കുന്നതാണ്. എന്നാൽ ശനിയാഴ്ചയ്ക്കും ഒരു മാറ്റവും കണ്ടില്ല. എന്നാൽ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ആ കല്ലിത ഉരുട്ടി മാറ്റിയിരിക്കുന്നു. നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം കാണുവാൻ, ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരു അത്ഭുതം കാണുവാൻ ഒരുങ്ങിക്കൊള്ളുക. സ്വർഗത്തിലെ ദൈവം അത് നിനക്കും എനിക്കും വേണ്ടി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലിരുന്ന ശിഷ്യന്മാരാരും കാണാത്തത് അതിരാവിലെ കൂരിട്ടിനെ പേടിക്കാതെ, പടയാളികളെ പേടിക്കാതെ, റോമാക്കാരെയോ യഹൂദന്മാരെയോ പേടിക്കാതെ കല്ലറയിലെത്തിയ മറിയയ്ക്ക് വേണ്ടി കൂടെ വന്നവർക്കായി ദൈവം ചെയ്തുവെങ്കിൽ, വിശ്വാസത്തോടെ കാലെടുത്ത് വെച്ച ദൈവത്തെ സ്നേഹിക്കുന്ന, പ്രസാദിപ്പിക്കുന്ന നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. ആദ്യം മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട യേശു പിന്നീട് കൂടെ വന്ന സ്ത്രീകൾക്ക് പ്രത്യക്ഷനായി. അവരാണ് വാസ്തവത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന സദ്വർത്തമാനം പറഞ്ഞത്. പിന്നീട് പല സന്ദർഭങ്ങളായി 11 ശിഷ്യന്മാർക്കും യേശു പ്രത്യക്ഷനായി. 40 ദിവസം യേശു ഈ ഭൂമിയിൽ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ ദൈവകാര്യം സംബന്ധിച്ച് പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. യേശുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഭൗമിക ശരീരങ്ങളെയും ഉയർത്തെഴുന്നേറ്റ ശരീരങ്ങളെയും പറ്റി പൗലോസ് പറയുന്നുണ്ട്. ആദ്യ മനുഷ്യനായ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ അനുസരണക്കേട് നിമിത്തം പാപവും പാപത്താൽ മരണവും മനുഷ്യനെ ബാധിച്ചു. പൊടിയിൽ നിന്ന് വന്ന് പൊടിയിലേക്ക് പോകും എന്നുള്ള അവസ്ഥ. യേശു ഉയർത്തെഴുന്നേറ്റാൽ നാമും ഉയർക്കും. അതാണ് പുനരുത്ഥാനം. യേശു പുനരുത്ഥാനം ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അനുഗ്രഹം. യേശുവിൻ്റെ ഉയർപ്പിനാൽ നാമും ഉയർത്തെഴുന്നേൽക്കും. ഇനി യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? യേശുവിൻ്റെ അതേപോലെയുള്ള ശരീരമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒന്നാമതായി, പുനരുത്ഥാന ശരീരങ്ങൾക്ക് മരണമില്ല, അമർത്യതയുള്ള ഒരു ശരീരമാണ്. രണ്ടാമതായി, അത് മഹത്വപൂർണമായ ഒരു ശരീരമാണ്. അതായത് ഒരു തേജസ്സിന്റെ തിളക്കം അതിനുണ്ടായിരിക്കും. സൂര്യനെ പോലെ, നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്ന ഒരു ശരീരം. മൂന്നാമതായി, അത് ശക്തിയുള്ള ഒരു ശരീരമാണ്. ഇപ്പോൾ നമുക്ക് ശരീരത്തിൽ പല ബലഹീനതകൾ ഉണ്ടായിരിക്കാം. എന്നാൽ ശക്തിയാൽ ഉയർത്തപ്പെട്ട ശരീരത്തിന് ദൈവത്തിൽ നിന്നുള്ള കഴിവും ബലവും ശക്തിയും ഉണ്ടാകും. അടച്ചിട്ട മുറിക്കകത്ത് കയറാനുമൊക്കെ കഴിയുന്ന ദൈവശക്തി. നാലാമതായി, അത് ഒരു ആത്മീയ ശരീരമായിരിക്കും. ഇപ്പോഴത്തെ ശരീരം ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ശരീരമാണ്. എന്നാൽ നമ്മുടെ പുനരുത്ഥാന ശരീരങ്ങൾ ഭൗതികമാണ്. യേശുവിന്റെ മുറിവുകൾ തൊട്ടു നോക്കാൻ പറ്റുന്നതായിരുന്നു, ശബ്ദം കേൾക്കാൻ കഴിയുന്നതായിരുന്നു, മുറിവുകൾ കാണാമായിരുന്നു. നടക്കുന്ന ശരീരം, ഭക്ഷണം കഴിക്കുന്ന ശരീരം, എന്നാൽ ആത്മാവ് നിയന്ത്രിക്കുന്ന ശരീരമാണ്.
ഇനി യേശു എഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? എന്നേക്കും കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് കിട്ടി. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു സഹായകനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന്. നമ്മൾ കൂടെയില്ലാത്ത അവസരങ്ങളിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് പോകുന്നത് ആരുടെയെങ്കിലും അടുത്തേക്കാണോ? അല്ല. നല്ല ഉത്തരവാദിത്വമുള്ള, കാര്യശേഷിയുള്ള, വിശ്വസ്തരായവരെ നാം അതിനായി തിരഞ്ഞു കണ്ടുപിടിക്കാറില്ലേ? ശിഷ്യരായ നമ്മെ തന്റെ രണ്ടാം വരവ് വരെ പരിപാലിക്കാൻ, സത്യത്തെ നടത്താൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് വേണ്ടി യേശു കർത്താവ് അയച്ചു തന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ച് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുന്നു, നമ്മെ നിത്യതയ്ക്കായി ഒരുക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം എന്താണ്? യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥതയാണത്. പിതാവ് തന്നെ ഭരമേൽപ്പിച്ച ജോലി പൂർത്തിയാക്കി മടങ്ങിച്ചെന്നപ്പോൾ പുത്രനെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനത്തിരുത്തി. സാത്താൻ ദിനംപ്രതി നമുക്കെതിരെ ആരോപണങ്ങളുമായി ദൈവസന്നിധിയിൽ എത്തുന്നു. അവിടെ നമുക്ക് വേണ്ടി പിതാവിന്റെ മുമ്പാകെ മധ്യസ്ഥ അണയ്ക്കാൻ ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. തന്റെ അനുസരണ നിമിത്തം, ക്രൂശുമരണ നിമിത്തം നമ്മെ അവൻ വീണ്ടെടുത്തു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തു നമുക്ക് ഇന്ന് സ്വർഗത്തിലുണ്ട്. നാലാമതായി നമുക്ക് കിട്ടിയ അനുഗ്രഹം ദൈവത്തോടുള്ള നിരപ്പാണ്. ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് സാധിച്ചു എന്നതാണ്. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട നമ്മെ, ദൈവത്തിൽ നിന്ന് അകന്ന നമ്മെ തന്റെ ക്രൂശ് മരണത്താൽ, തന്റെ യാഗത്താൽ വീണ്ടെടുപ്പ് വില നൽകിക്കൊണ്ട് നമ്മെ പുത്രന്മാരും അവകാശികളുമാക്കി തീർത്തു. യേശു ക്രിസ്തു ഉയർത്തതിനാൽ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള വിടവ് പൂർണ്ണമായും നീക്കുവാൻ സാധിച്ചു. ആയതിനാൽ എപ്പോൾ വേണമെങ്കിലും സ്നേഹനിധിയായ ദൈവത്തെ സമീപിക്കാനുള്ള പൂർണ്ണവും സമ്പൂർണവുമായ പ്രവേശനം ഈ ഉയർപ്പിലൂടെ നമുക്ക് സാധിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് തന്ന സകല അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ഞങ്ങളും ഉയർത്തെഴുന്നേൽക്കും. യേശു ക്രിസ്തു ജീവിക്കുന്നതിനാൽ ഞങ്ങളും എന്നേക്കും ജീവിക്കും. God bless you all.